നമ്മൾ ലിസാനുൽ ഖുർആൻ റിവിഷൻ ക്ലാസ് തുടരുന്നു. രാവിലെ 6-ാമത്തെ പാഠം വരെ എത്തിയിട്ടുണ്ട്. അഞ്ചാം പാഠം ഉൾപ്പെടുന്നതിലൂടെ പറഞ്ഞ് എത്തിച്ചേർന്നത് മാദി മുദാരിആയ ഫിഅലുകളിൽ വരുന്ന മുഫ്രദ്, മുസന്ന, ജംഅ് അല്ലേ? മുഫ്രദ് മുദക്കർ, മുസന്ന മുദക്കർ, ജംഅ് മുദക്കർ. പിന്നെയുള്ള പാഠത്തിലൂടെ പഠിച്ചത് അവയുടെ നേരെ മുഅന്നസ്, മുഅന്നസിൽ നിന്ന് മുഫ്രദ് മുഅന്നസ് വരും, മുസന്ന മുഅന്നസ് വരും, ജംഅ് മുഅന്നസ് വരും. ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചെത്തിയത്. പിന്നെ 6-ാമത്തെ പാഠം എന്താണ്? അൽ ഹിവാർ, ഒരു സംഭാഷണമാണ്. സംഭാഷണത്തിലൂടെ നമ്മൾ പഠിക്കുന്നത് ഓരോ ചോദ്യങ്ങളുടെ ശൈലി മനസ്സിലാകുന്നുണ്ട്, ചോദ്യങ്ങൾക്ക് എങ്ങനെ ഉത്തരം പറയണം എന്നത് മനസ്സിലാകുന്നുണ്ട്. പിന്നെ മുഖാത്തബിന്റെ പദങ്ങൾ, ആദ്യം ഗായിബായ മുഫ്രദ് മുദക്കർ ഗായിബ്, മുസന്ന മുദക്കർ ഗായിബ്, ജംഅ് മുദക്കർ ഗായിബ്. പിന്നെ മുഫ്രദ് മുഅന്നസ് ഗായിബ്, മുസന്ന മുഅന്നസ് ഗായിബ്, ജംഅ് മുഅന്നസ് ഗായിബ്. അത് മാദിയിലും മുദാരിയിലും പഠിച്ചു. പിന്നെ 6-ാമത്തെ പാഠത്തിലൂടെ പഠിക്കുന്നത് മുഖാത്തബിന്റെ പദങ്ങളാണ്. നീ എന്ന അർത്ഥം വരുന്ന മുഫ്രദ് മുദക്കർ മുഖാത്തബ്, മുസന്ന മുദക്കർ മുഖാത്തബ്, ജംഅ് മുദക്കർ മുഖാത്തബ് അല്ലേ? ഖറജ്ത, ഖറജ്തുമാ, ഖറജ്തും. ഇനി മുഫ്രദ് മുഅന്നസ് മുഖാത്തബ് ഖറജ്തി, മുസന്ന മുദക്കർ മുസന്ന മുഅന്നസ് മുഖാത്തബ് ഖറജ്തുമാ. പിന്നെ ജംഅ് മുഅന്നസ് മുഖാത്തബ് ഖറജ്തുന്ന, നിങ്ങൾ എല്ലാ സ്ത്രീകളും പുറപ്പെട്ടു എന്നർത്ഥം വരുന്നത്. പിന്നെ ഇതിലൂടെ പഠിച്ചതാണ് മുഫ്രദ് മുതകല്ലിം, സ്വന്തത്തെ കുറിച്ച് സംസാരിക്കുന്നത്. ഒരാൾ ഒറ്റക്ക് അയാളെ കുറിച്ച് മാത്രം സംസാരിക്കുകയാണെങ്കിൽ മുഫ്രദ് മുതകല്ലിമാണ്. എന്നാൽ ഒന്നിലധികം പേർ, രണ്ടിലധികം പേരാണെങ്കിലും മുസന്ന മുഅന്നസ് മുതകല്ലിം അല്ലെ? മുസന്ന മുഅന്നസ് എന്നല്ല, മുസന്ന ജംഅ് മുതകല്ലിം. മുസന്നയാണെങ്കിലും രണ്ട് പേർ അവരെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിലും രണ്ടിലധികം പേർ അവരെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിലും ഒരേ പദം തന്നെയാണ്. അതും പറഞ്ഞു. മാദിയാണെങ്കിൽ മുഫ്രദ് മുതകല്ലിം ആണെങ്കിൽ, മാദിയാണെങ്കിൽ അവസാനത്തിൽ ഒരു തു എന്ന അക്ഷരത്തെ ചേർത്ത് കൊടുക്കണം. മുദാരി ആണെങ്കിൽ ആദ്യത്തിൽ ഹംസയെ ചേർത്ത് കൊടുക്കണം. എന്നാൽ മുസന്ന മുഅന്നസ് മുതകല്ലിമാണ്, മുസന്ന മുഅന്നസ് അല്ല, മുസന്ന ജംഅ് മുതകല്ലിം. ഒന്നുകിൽ മുസന്ന അല്ലെങ്കിൽ ജംഅ്, ഇതാണ് ഉദ്ദേശിക്കുന്നത്. രണ്ട് പേർ അവരെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് മുസന്ന മുതകല്ലിം എന്ന് പറയാം. രണ്ടിലധികം പേർ അവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ജംഅ് മുതകല്ലിം എന്ന് പറയാം. മുസന്നയാണെങ്കിലും ജംഅ് ആണെങ്കിലും ഒരേ പദം തന്നെയാണ് ഉള്ളൂ. അപ്പോ അത് മാളിയിലാണെങ്കിൽ അവസാനത്തിൽ നാ എന്ന അക്ഷരത്തെ ചേർത്ത് കൊടുക്കുക. ഖറജയാണെങ്കിൽ ഖറജ്നാ, ദഖല ദഖൽനാ, ഇങ്ങനെ വരും. മുദാരി ആണെങ്കിൽ അതിന്റെ മുദാറത്തിന്റെ അക്ഷരം, ആദ്യത്തെ അക്ഷരം എന്താകും? നൂനായി മാറും. നൂന്. ദഖല യദ്ഖുലു എന്നത് നദ്ഖുലു എന്നാകും. ഖറജ യഖ്റുജു എന്നത് നഖ്റുജു എന്നാകും മുതകല്ലിമാകുമ്പോൾ. ഇതാണ് പറയുന്നത്. തദക്കർ, നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഖറഅത അഖദ്തി, ഖറഅത അഖദ്തി. ഒന്ന് ത, മറ്റൊന്ന് തി എന്നാണ്. ഹുമാ ഫിഅലാനി മാദിയാനി ലിൽ മുഫ്രദിൽ മുഖാത്തബി. ഇവ രണ്ടും മാദിയിലെ മുഫ്രദ് മുഖാത്തബിന്റെ ഫിഅലുകളാണ്. മാദിയിൽ നിന്നുള്ള മുഫ്രദ് മുഖാത്തബാണ്. ഖറഅത എന്നത് അതിലെ മുദക്കറാണ്. അഖദ്തി എന്നത് മുഫ്രദ് മുഖാത്തബിലെ മുഅന്നസ് ആണ്. ഖറഅത പറഞ്ഞാൽ നീ ഒരു പുരുഷൻ വായിച്ചു, അഖദ്തി നീ ഒരു സ്ത്രീ വായിച്ചു. എന്താണ് പുരുഷൻ സ്ത്രീ എന്നൊക്കെ മാറ്റം വരാൻ കാരണം? ഒന്ന് തായാണ്, മറ്റൊന്ന് തീ ആണ്. ത എന്നുള്ളത് മുദക്കറും തീ എന്നുള്ളത് മുഅന്നസും. അടുത്തത് ശ്രദ്ധിക്കാം. ഖറഅതുമാ കതബതുമാ, നിങ്ങൾ രണ്ടുപേരും വായിച്ചു. കതബതുമാ, നിങ്ങൾ രണ്ടുപേരും എഴുതി. ഇത് പുരുഷന്മാരോട് പറയുകയാണെങ്കിലും സ്ത്രീകളോട് പറയുകയാണെങ്കിലും ഇതേ പ്രയോഗം തന്നെയാണ്. ഇവ രണ്ടും ഹുമാ ഫിഅലാനി മാദിയാനി, ഇവ രണ്ടും മാദിയായ ഫിഅലാണ്. എന്തിനുള്ള? ലിൽ മുസന്നൽ മുഖാത്തബി, മുസന്ന മുഖാത്തബ്, മാദിയിൽ നിന്നുള്ള മുസന്ന മുഖാത്തബിന്റെ ഫിഅലുകളാണ്. മുസന്ന മുഖാത്തബ് എന്ന് പറഞ്ഞാല്
നേരെ അഭിമുഖീകരിക്കപ്പെടുന്ന, നിങ്ങൾ രണ്ടു പേർ എന്ന അർത്ഥത്തിൽ വരുന്നതായ മാദിയായ ഫേലുകളാണ്. മുദക്കർ ആണെങ്കിലും മുഅന്നസ് ആണെങ്കിലും ഇതുപോലെ തന്നെയാണ് വരിക. കതബത്തും ഖറഅതുന്ന, കതബത്തും നിങ്ങൾ എല്ലാ പുരുഷന്മാരും എഴുതി, ഖറഅതുന്ന നിങ്ങൾ എല്ലാ സ്ത്രീകളും വായിച്ചു. ഇവ രണ്ടും ഹുമാ ഫിഇലാനി മാദിയാനി, ഇവ രണ്ടും മാദിയായ ഫിഇൽ തന്നെയാണ്. ലിൽ ജംഇൽ മുഖാത്തബി, ജംഅ മുഖാത്തബിനുള്ള മാദിയായ ഫിഇലുകളാണ്. അതിൽ തും എന്നുള്ളത് മുദക്കറും തുന്ന എന്നുള്ളത് മുഅന്നസും മനസ്സിലാകുന്നുണ്ടാകും. ഇനി ഇതൊക്കെ മാദിയുടേത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി മുദാരിയിലാണെങ്കിലോ തജിഉ തജ്ലിസീന, തജിഉ നീ ഒരു പുരുഷൻ വരുന്നു വരും, തജ്ലിസീന നീ ഒരു സ്ത്രീ വരുന്നു വരും. തജീഉ എന്നുള്ളത് മുദക്കറാണ്, തജ്ലിസീന എന്നുള്ളത് മുഅന്നസാണ്. ഇതിനെ കുറിച്ച് പറയുന്നു ഹുമാ ഫിഇലാനി മുദാരിആനി, ഇവ രണ്ട് മുദാരിആയ ഫിഇലാണ്. ലിൽ മുഫ്രദിൽ മുഖാത്തബി, മുദാരിഇൽ നിന്നുള്ള മുഫ്രദ് മുഖാത്തബിന്റെ ഫിഇലുകളാണ്. ആദ്യത്തേത് മുഫ്രദ് മുഖാത്തബ് മുദക്കർ, രണ്ടാമത്തേത് തജ്ലിസീന എന്നുള്ളത് മുദാരിഇലെ മുഫ്രദ് മുഖാത്തബ് മുഅന്നസ്. തഖ്ദുമാനി തൽഅബാനി, ഇവ രണ്ടും എന്താ അർത്ഥം? തഖ്ദുമാനി നിങ്ങൾ രണ്ടുപേർ വരുന്നു, തൽഅബാനി നിങ്ങൾ രണ്ടുപേർ കളിക്കുന്നു. ഇത് പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും ഒരേപോലെ തന്നെയാണ് പറയാം. ഹുമാ ഫിഇലാനി മുദാരിആനി ലിൽ മുസന്നൽ മുഖാത്തബി, ഇവ രണ്ടും മുദാരിഇലെ മുസന്ന മുഖാത്തബിന്റെ ഫേലുകളാണ്, ഈ രണ്ട് ഫേലുകളും. പിന്നെ തഖ്റഊന തക്തബുന, തഖ്റഊന തക്തുബുന, തഖ്റഊന നിങ്ങൾ എല്ലാ പുരുഷന്മാരും വായിക്കുന്നു, തക്തുബുന നിങ്ങൾ എല്ലാ സ്ത്രീകളും എഴുതുന്നു. ഇവ രണ്ടും ഫിഇലാനി മുദാരിആനി ലിൽ ജംഇൽ മുഖാത്തബി, ഇവ രണ്ടും മുദാരിഇലെ ജംഅ മുഖാത്തബിന്റെ പദമാണ്. അടുത്തത് മുത്തകല്ലിമിലേക്ക് കടക്കുകയാണ്. ഖറഅതു ഞാൻ വായിച്ചു, ഇഷ്തറൈതു ഞാൻ വാങ്ങി. ഇവ അഫ്ആലുൽ മാദിയത്തുൻ ലിൽ മുഫ്രദിൽ മുത്തകല്ലിമി, ഇത് മാദിയിലെ മുഫ്രദ് മുത്തകല്ലിമിന്റെ പദമാണ്. ഞാൻ എന്നുള്ളത് അത് പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പം ഇതിൽ മുത്തകല്ലിമിന്റെ പദത്തിൽ നമ്മൾ മുദക്കറോ മുഅന്നസോ എന്ന് വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതില്ല, രണ്ടും ഒരുപോലെ തന്നെയാണ്. അടുത്തത് ഖറഅനാ കതബ്നാ ദഹബ്നാ, ഇവരോ അഫ്ആലുൽ മാദിയത്തുൻ ലിൽ മുസന്ന വൽ ജംഇ വൽ അൽ മുത്തകല്ലിം, മുസന്ന ജംഅ മുത്തകല്ലിമിന്റെ പദങ്ങളാണ്. മാദിയിലെ മുസന്ന ജംഅ മുത്തകല്ലിമിന്റെ പദങ്ങളാണ് ഖറഅനാ കതബ്നാ ദഹബ്നാ എന്നത്. ഇനി മുദാരിഇന്റേത് നോക്കാം. അൻതളിറു അതഅല്ലമു ഹുമാ ഫിഇലാനി മുദാരിആനി ലിൽ മുഫ്രദിൽ മുത്തകല്ലിം. അൻതളിറു അതഅല്ലമു എന്നുള്ളത് എന്താ അർത്ഥം? അൻതളിറു ഞാൻ പ്രതീക്ഷിക്കുന്നു, ഞാൻ കാത്തു നിൽക്കുന്നു. അതഅല്ലമു ഞാൻ വേദന അനുഭവിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് വേദനയാകുന്നു. ഹുമാ ഫിഇലാനി മുദാരിആനി ലിൽ മുഫ്രദിൽ മുത്തകല്ലിം, ഇതൊക്കെ മുദാരിഇലെ മുഫ്രദ് മുത്തകല്ലിമിന്റെ പദങ്ങളാണ്. നഖ്ദുമു നദ്റുസു, നഖ്ദുമു നാം മുന്നോട്ട് പോകുന്നു, നദ്റുസു നാം പഠിക്കുന്നു. ഹുമാ ഫിഇലാനി മുദാരിആനി, അവ രണ്ടും മുദാരിആയ ഫിഅലുകളാണ്. ലിൽ മുസന്ന വൽ ജംഇൽ മുത്തകല്ലിം, മുദാരിഇലെ മുസന്ന ജംഅ മുത്തകല്ലിമിന്റെ പദങ്ങളാണ് നഖ്ദുമു നദ്റുസു എന്നൊക്കെ വരുന്നത്. ഇനി മുഖാത്തബ് എന്ന് പറഞ്ഞാൽ എന്താ? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നേരിട്ട് അഭിസംബോധന ചെയ്യപ്പെടുന്ന ആൾ, നേരിട്ട് അഭിസംബോധന ചെയ്യുക. നേരിട്ട് നമ്മൾ സംസാരിക്കുമ്പോഴാണ് നീ, നിങ്ങൾ, അല്ലെ എന്നൊക്കെ സംസാരിക്കുക. മുഫ്രദ് മുത്തകല്ലിം എന്ന് പറഞ്ഞാൽ സ്വന്തത്തെ കുറിച്ച് സംസാരിക്കുന്ന ഇത് ഒരൊറ്റ വ്യക്തിയാണെങ്കിൽ, ഒരാൾ സ്വന്തത്തെ കുറിച്ച് സംസാരിക്കുമ്പോഴുള്ളതാണ് മുഫ്രദ് മുത്തകല്ലിം. മുസന്ന ജംഅ മുത്തകല്ലിം എന്ന് പറയുന്നത് സ്വന്തത്തെ കുറിച്ച് രണ്ടു പേരോ അല്ലെങ്കിൽ രണ്ടിലധികം പേരോ സംസാരിക്കുന്നതാണ്. രണ്ടു പേർ സംസാരിക്കുന്നത് മുസന്ന മുത്തകല്ലിം, രണ്ടിലധികം പേർ സംസാരിക്കുന്നത് ജംഅ മുത്തകല്ലിം, ഇങ്ങനെ വരും. ഇനി നമുക്ക് വായിച്ച് പ്രാക്ടീസ് ചെയ്യാം. കതബത്തുൽ വാജിബാത്തിൽ മൻസിലിയ എന്താ അർത്ഥം? ഒരാൾ പറഞ്ഞേ. കതബത്തുൽ വാജിബാത്തിൽ മൻസിലിയ എന്താ അർത്ഥം? ഹലോ, എല്ലാവരും ഓക്കെ അല്ലേ? മൈക്ക് ഓൺ ആക്കി പറയണം.
നഷ്വ ആ പറ. കതബത്തുൽ വാജിബാത്തിൽ മൻസിലിയ എന്താ അർത്ഥം പറയൂ? അതെ, ഞാൻ ഹോംവർക്ക് ചെയ്തു. അതേന്നോ? അല്ല, അതിനെവിടെ അതെ? ഞാൻ ഹോംവർക്ക് ചെയ്തു. അത്രേ ഉള്ളൂ. ആ, അതേന്നില്ല. നഅം എന്നുണ്ടെങ്കിൽ അതേന്ന് പറയാനുള്ളൂ. ഇപ്പൊ പറഞ്ഞത് നഷ്വയാണോ അതോ റാസിനാണോ? ആകെ സ്ലോ ആണല്ലോ. ഖറഅന ദർസ. ഖറഅന അദ്ദർസ. എന്താ എല്ലാവരും ഇങ്ങനെ കിടക്കുന്നേ? ദാനിഷ് എത്ര തവണ പറയാനുണ്ട് ഇങ്ങനെ കിടക്കരുതെന്ന്? നിവർന്നിരുന്നേ. ഉം. ഖറഅന ദർസ, നാം പാഠം വായിച്ചു. അടുത്ത യാ ഉഖ്തി ഹൽ അഖദ്തി ഉൽബത്തൽ ഹന്ദസ. എന്താണ് ഹാസിം പറഞ്ഞേ? അർത്ഥം പറയൂ. യാ ഉഖ്തി ഹൽ അഖദ്തി ഉൽബത്തൽ ഹന്ദസ. സഹോദരി, നീ ജോമെട്രിക് ബോക്സ് എടുത്തോ? വെരി ഗുഡ്. സഹോദരി, നീ ജോമെട്രി ബോക്സ് എടുത്തോ എന്നാണ്. യാ ഉഖ്തി, എന്റെ സഹോദരി. ഹൽ അഖദ്തി ഉൽബത്തൽ ഹന്ദസ, നീ ജോമെട്രി ബോക്സ് എടുത്തുക്കോ. ഇനി താഴെ പറയുന്നു നസ്ലു ബിൽ മുനാസിബ്. അല്ലെ, നവൈത്തു എന്നതിനോട് യോജിച്ചതിന് ചേർത്ത് കൊടുക്കാൻ പറയുന്നുണ്ട്. അദ്റുസു എന്നതിനോട് യോജിച്ചത്. നവൈത്തു പറഞ്ഞാൽ ഞാൻ കരുതി. എന്താണ് കരുതിയത്? ഫർദ സുബഹി എന്നാണോ? വജ്ഹിയ ലില്ലദി എന്നാണോ? മിനൻ നൗമി മുബക്കിറൻ എന്നാണോ? സൗമഗദിൻ എന്നാണ്. നവൈത്തു സൗമഗദിൻ, നാളത്തെ നോമ്പിനെ ഞാൻ കരുതി. അദ്റുസു, ഞാൻ പഠിക്കുന്നു. ദുറൂസി കുല്ല യൗമിൻ, എല്ലാ ദിവസവും എന്റെ പാഠങ്ങൾ ഞാൻ പഠിക്കുന്നു. ഉസല്ലി, ഞാൻ നിസ്കരിക്കുന്നു. ഫർദ സുബ്ഹി, സുബ്ഹി എന്ന ഫർദ്. അഖൂമു, ഞാൻ എഴുന്നേൽക്കും. മിനൻ നൗമി മുബക്കിറൻ, ഉറക്കിൽ നിന്ന് ഞാൻ നേരത്തെ എഴുന്നേൽക്കും. വജ്ജഹ്തു വജ്ഹിയ ലില്ലദി, വജ്ജഹ്തു വജ്ഹിയ ലില്ലദി, ഒരുത്തന് വേണ്ടി എന്റെ മുഖത്തെ ഞാൻ അഭിമുഖീകരിക്കുന്നു. അല്ലെങ്കിൽ ഒരുത്തനിലേക്ക്, ഒരു അള്ളാഹുവിലേക്ക്. നുജീബു, ഇനിയാണ് നമുക്ക് പറയാമെന്ന് പറഞ്ഞത് അല്ലെ. നമുക്ക് ചോദ്യങ്ങൾക്ക് മറുപടി പറയാം. ഹൽ ഖറഅത്തിൽ ഖുർആന സബാഹൻ. ഒരാൾ ചോദ്യത്തിന് അർത്ഥം പറഞ്ഞേ. ഹൽ ഖറഅത്തിൽ ഖുർആന സബാഹൻ. വേഗം പറയണം. എന്താ ആരും പറയാത്തതോ? ഞാൻ പേരെടുത്ത് പറയണോ? നീ ഫസീഹ് രാവിലെ പറഞ്ഞോ. ഖുർആൻ മൈക്കിൽ കളിക്കല്ല. നീ രാവിലെ ഖുർആൻ വായിക്കാറുണ്ടോ? വായിക്കാറുണ്ടോ എന്നല്ല. ഹൽ ഖറഅത്തിൽ ഖുർആന സബാഹൻ. ഹൽ ഖറഅത്തി, നീ വായിച്ചിട്ടുണ്ടോ? നീ വായിച്ചോ? വായിച്ചു. അൽ നീ ഖുർആന, ഇന്ന് സോറി, ഖുർആൻ ഓതിയോ? ഹൽ ഖറഅത്തിൽ ഖുർആന സബാഹൻ, നീ രാവിലെ ഖുർആൻ ഓതിയോ എന്ന് ചോദിച്ചതാ. അപ്പൊ അതിന് ഉത്തരം പറയുമ്പോൾ എങ്ങനെ പറയണം? ചോദ്യം കണ്ടല്ലോ, ഹൽ ഖറഅത്തി, ഇത് പെൺകുട്ടിയോട് ചോദിച്ചതാ. ഖറഅത്തി, തീ കെസർ കണ്ടാൽ മനസ്സിലാകാം. ഇതെന്താണ്? ഇത് മുഫ്രദ് മുഅന്നസ് മുഖാത്തബാണ്. മാദിയിലെ മുഫ്രദ് മുഅന്നസ് മുഖാത്തബാണ്. നീ രാവിലെ ഖുർആൻ ഓതിയോ? അപ്പം പെൺകുട്ടി അതിന് മറുപടി പറയുമ്പോ എങ്ങനെയാ പറയേണ്ടത്? അതെ, ഞാൻ ഖുർആൻ രാവിലെ ഓതിയിട്ടുണ്ട്. അല്ലാതെ അവൾ മറുപടി പറയുമ്പോ നീ രാവിലെ ഖുർആൻ ഓതി എന്നല്ലല്ലോ പറയാ, ഞാൻ എന്നല്ല പറയാ, അല്ലേ? അപ്പോ നഅം ഖറഅത്തുൽ ഖുർആന സ്വബാഹൻ, രാവിലെ ഞാൻ ഖുർആൻ ഓതിയിട്ടുണ്ട് എന്ന് പറയുന്നു. ഇങ്ങനെ വരും. അടുത്ത ചോദ്യം, മതാ തഖൂമു മിനൻ നൗം. റമീം പറഞ്ഞേ, മതാ തഖൂമു മിനൻ നൗം എന്താ അർത്ഥം?
നീ ഇന്ന് എപ്പോഴാണ് ഉണർന്നത്, ഉറക്കിൽ നിന്നുണർന്നത്? ഇന്ന് എന്ന് വേണ്ട. മത്താ തഖൂമു മിനന്നൗം, നീ എപ്പോഴാ നീ എഴുന്നേൽക്ക? എപ്പോൾ മത്താ തഖൂമു, എപ്പോൾ നീ എഴുന്നേൽക്കും, മിനന്നൗം, ഉറക്കിൽ നിന്ന് നീ എപ്പോൾ എഴുന്നേൽക്കും? അപ്പോൾ അതിന് മറുപടി പറയേണ്ടത് അന അഖൂമു മുബക്കിറൻ, അന അഖൂമു മുബക്കിറൻ, ഞാൻ നേരത്തെ എഴുന്നേൽക്കും. അടുത്ത ചോദ്യം, ഹൽ ഖറഅതുമാ ജരീദത്തൽ യൗം, ഹൽ ഖറഅതുമാ ജരീദത്തൽ യൗം, നിങ്ങൾ നിങ്ങൾ രണ്ടുപേരും രണ്ട് ഇന്നത്തെ പത്രം വായിച്ചോ? ജരീദത്തൽ യൗം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പത്രം വായിച്ചോ നിങ്ങൾ രണ്ടുപേരും? പിന്നെ അപ്പൊ അതിന് മറുപടി പറയേണ്ടത് നഅം, രണ്ടുപേരോട് ചോദിച്ചതല്ലേ, അപ്പൊ അവർ രണ്ടുപേരും അവരെ കുറിച്ച് പറയുകയാണ്. നഅം ഖറഅനാ ജരീദത്തൽ യൗമിയ്യ, അല്ലെങ്കിൽ ജരീദത്തൽ യൗം, ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ ഇന്നത്തെ പത്രം വായിച്ചു. ഹൽ സ്വല്ലൈത സുന്നത്തൽ മഗ്രിബ്, നീ ഇന്ന് സോറി ഇന്നില്ല, ഹൽ സ്വല്ലൈത സുന്നത്തൽ മഗ്രിബ്, നീ മഗ്രിബിന്റെ സുന്നത്ത് നിസ്കരിച്ചോ? നഅം സ്വല്ലൈതു സുന്നത്തൽ മഗ്രിബ് എന്ന് മറുപടി പറയാം. ഹൽ സ്വല്ലൈത ഒരു ആണിനോട് ചോദിച്ചതാ, അപ്പൊ മറുപടി പറയുമ്പോൾ നഅം സ്വല്ലൈതു സുന്നത്തൽ മഗ്രിബ് എന്ന് പറയാം, അല്ലെങ്കിൽ സ്വല്ലൈതു എന്ന് പറയാം. ഹൽ തനാവൽതുമുൽ ഫുതൂർ, നിങ്ങൾ പ്രാതൽ കഴിച്ചോ, രാവിലത്തെ ഭക്ഷണം കഴിച്ചോ? നഅം തനാവൽനൽ ഫുതൂർ, അതേ ഞങ്ങൾ പ്രാതൽ കഴിച്ചു എന്ന് മറുപടി പറയണം. ഏഴാമത്തെ പാഠാണ് സംഭാഷണം, അല്ലെ? ആറാമത്തെ പാഠം ഹിവാർ അല്ല. എന്താണ്, ഏതാ പാഠത്തിന്റെ ഹെഡിങ്? എന്താ ആറാമത്തെ പാഠത്തിന്? നെദ്ഹബു സരിയ എന്നുള്ളതല്ലേ? ആ ഉം. അതിൽ സംഭാഷണം വരുന്നുണ്ട്, പിന്നെയുള്ളത് വെറും സംഭാഷണം മാത്രമാണ്. ആ സംഭാഷണമായി വരുന്നതില് അതിന്റെ ചില പ്രയോഗങ്ങളും ചോദ്യങ്ങളൊക്കെ അതിൽ മനസ്സിലാകുന്നുണ്ട്. പാഠം ഞാൻ കുറച്ച് സ്പീഡിൽ വായിക്കുകയാണ്. ലഖിയ അനസുൻ ഖാലിദൻ ഫി ത്വരീഖ്, അനസ് ഖാലിദിനെ വഴിയിൽ കണ്ടു, വഴിയിൽ വെച്ച് കണ്ടുമുട്ടി. വഹുവ യദ്ഹബു ഇല സൂഖി മഅ ഉസ്റതിഹി, അവൻ തന്റെ കുടുംബത്തോടൊപ്പം അങ്ങാടിയിലേക്ക് പോവുകയായിരുന്നു. ആര്? അനസേ. ഖാലിദല്ലേ? ഖാലിദല്ലേ? ഓക്കെ, അനസ് അല്ല, ഖാലിദ്. വഹുവ യദ്ഹബു ഇല സൂഖി മഅ ഉസ്റതിഹി, ഏതവസ്ഥയിൽ? വഹുവ യദ്ഹബു, ഖാലിദ് തന്നെ പോകുന്നു, ഇല സൂഖി, അങ്ങാടിയിലേക്ക് പോകുന്നു, മഅ ഉസ്റതിഹി, അവന്റെ കുടുംബത്തോടു കൂടെ. അനസ് പറയുന്നു അസ്സലാമു അലൈക്കും യാ ഖാലിദ്, ഖാലിദേ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഖാലിദ് വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അനസ് ചോദിക്കുന്നു ഇല ഐന തദ്ഹബു യാ ഖാലിദ്, ഖാലിദേ നീ എങ്ങോട്ട് പോകുന്നു? ഇല ഐന, എവിടേക്ക്? തദ്ഹബു, നീ പോകുന്നു. അനസ് പറയുന്നു, ഖാലിദ് പറയുന്നു അദ്ഹബു ഇല സൂഖി ലിശിറാഇൽ അംതിഅതി വൽ അഖ്മിശ, പിന്നെ ഞാൻ കുറച്ച് സാധനങ്ങളും വസ്ത്രങ്ങളും വാങ്ങാൻ വേണ്ടി അങ്ങാടിയിലേക്ക് പോകുന്നു. അദ്ഹബു ഇല സൂഖ്, ഞാൻ അങ്ങാടിയിലേക്ക് പോകുന്നു. ലിശിറാഇൽ അംതിഅ, കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ. വൽ അഖ്മിശ, വസ്ത്രങ്ങളും വാങ്ങിക്കാൻ വേണ്ടി. അനസ് ചോദിക്കുന്നു അയ്യൽ മലാബിസ് തഷ്തരി, അയ്യൽ മലാബിസ്, ഏത് വസ്ത്രമാണ് എന്നാണ് അത് ചോദ്യത്തിന്റെ അർത്ഥം. അയ്യൽ മലാബിസ് തഷ്തരി, ഏത് വസ്ത്രമാണ്? അയ്യൽ അഖ്ലാമി തഷ്തരി, ഏത് പേനയാണ് നീ വാങ്ങുക, അല്ലെ? അയ്യൽ ഫവാക്കിഹി തുഹിബ്ബു, നീ ഇഷ്ടപ്പെടുന്നത് ഏത് ഫ്രൂട്ട്സ് ആണ് എന്നൊക്കെ ചോദിക്കാം നമുക്ക്. അയ്യൽ മലാബിസ് തഷ്തരി, ഏത് ഡ്രസ്സാണ്, വസ്ത്രമാണ് നീ വാങ്ങുന്നത്? അപ്പോ ഖാലിദ് പറയുന്നു ഉരീദു, ഞാൻ ഉദ്ദേശിക്കുന്നത് അൻ അൻ അഷ്തരിയ ബന്തലൂനൻ വ ഖലൻസുവ, അൻ അഷ്തരിയ എന്നല്ലേ? ഉരീദു, മറുപടി പറയൂ. ഉരീദു ഏ
റമീം പറഞ്ഞേ, ബാക്കി വായിച്ചേ. ഉരീദു. ഖാലിദിന്റെ മറുപടി എന്താ? ഉരീദു അൻ അഷ്തരിയ ബന്തലൂനൻ വ ബൻതലൂനൻ വ കലൻസുവ. കലൻസുവ. ഞാൻ പാന്റും തൊപ്പിയും വാങ്ങാൻ ഉദ്ദേശിക്കുന്നു എന്നാണ്. ഉരീദു അൻ അഷ്തരിയ ബൻതലൂനൻ വ കലൻസുവ. ഇങ്ങനെ. അപ്പോ അനസ് പറയുന്നു, ചോദിക്കുന്നു, മൻ മഅക മിൻ ഉസ്രത്തിക, നിന്റെ കൂടെ കുടുംബത്തിൽ നിന്റെ കുടുംബക്കാരാരൊക്കെയാണ് ഉള്ളത്? മൻ മഅക, നിന്നോടൊപ്പം ആരാണുള്ളത്? മിൻ ഉസ്രത്തിക, നിന്റെ കുടുംബത്തിൽ നിന്ന്. കുടുംബത്തിൽ നിന്ന് ആരാണ് നിന്റെ കൂടെയുള്ളത്? ഖാലിദ് പറയുന്നു,